ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ചാനൽ പിന്നിലായിരിക്കുന്നു. കള്ളം മാത്രം പറഞ്ഞ് ഒരു സാക്ഷരതയുടെ മണ്ണിനെ കളങ്കപ്പെടുത്തുന്നവർ, എതിരാളികളെ നശിപ്പിക്കാൻ വേണ്ടി വ്യാജഗർഭം പോലും ഉണ്ടാക്കി നൽകുന്ന ഒരു ചാനൽ, അനധികൃതമെന്നും മരമുറിയെന്നും ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞ ഒരു വഴിയിലൂടെ എത്തിയവർ നടത്തുന്ന കല്ലുവെച്ച നുണകളുടെ ഫാക്ടറി തകർന്ന് തരിപ്പണമാകേണ്ടത് മലയാളികളുടെ പ്രാർത്ഥനയെന്നോണം റിപ്പോർട്ടർ ചാനൽ കാണുന്നത് ആളുകൾ മതിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപ്രകാരം പ്രേക്ഷകരുടെ ഏറ്റവും വിശ്വസ്ത വാർത്താ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മലയാളികൾ. ഇന്ന് പുറത്തു വന്ന 33-ാം ആഴ്ചയിലെ ബാർക്ക് അഥവാ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ റേറ്റിംഗിൽ 87 പോയിന്റിന്റെ വ്യക്തമായ മേധാവിത്വത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതായിരിക്കുന്നു. റേറ്റിംഗ് കണക്കുകളിൽ 2ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് 74 പോയിന്റ് ഉണ്ട്. 61 പോയിന്റുള്ള 24 ന്യൂസാണ് 3ാം സ്ഥാനത്ത്. മാതൃഭൂമി 39 പോയിന്റുമായും മനോരമ ന്യൂസ് 31 പോയിന്റുമായും ന്യൂസ് മലയാളം 30 പോയിന്റുമായും 4, 5, 6 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ റിപ്പോർട്ടർ ടിവിയെ ജനങ്ങൾ കൈയ്യഴിയുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 78 ഉണ്ടായ ബാർക്ക് റേറ്റിംഗ് ആണ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് 74ലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. മറ്റുള്ള ഒട്ടുമിക്ക ചാനലുകളെല്ലാം തന്നെ റേറ്റിംഗ് വർദ്ധിപ്പിച്ചപ്പോഴാണ് റിപ്പോർട്ടർ ടി വി മൂക്കും കുത്തി താഴെ വീണത്. നമുക്കറിയാം, നികേഷ് കുമാർ ഒരു CPM നേതാവാണെങ്കിലും അദ്ദേഹം ഉണ്ടാകുമ്പോൾ ഒരു മര്യാദയൊക്കെ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ടി വിക്ക്. അദ്ദേഹവും പോയി. അതിനുശേഷം ഏറ്റവും പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ കൂടി റിപ്പോർട്ടർ ടി വി വിട്ടു. അതോടെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്നായി മാറി ആ ചാനൽ. അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കലും വ്യാപകമാക്കി തുടങ്ങി. അങ്ങനെ ലോകത്തിലെ മുഴുവൻ മലയാളികളെയും കബളിപ്പിച്ചുകൊണ്ടിരുന്നു എന്നു മാത്രമല്ല, വ്യാജഗർഭം വരെ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ തട്ടിപ്പ് വഴിയിലൂടെ വന്നവർ ഭരണത്തിലിരിക്കുന്നവരെ സുഖിപ്പിക്കാൻ തുടങ്ങിയെന്ന് കേരളം വിശ്വസിച്ചു തുടങ്ങിയതാണ്. ഇങ്ങനെ പ്രേക്ഷകർ കൈവിട്ടു തുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. അത് രേഖാമൂലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. തട്ടിപ്പിലൂടെ എല്ലാം നേടുന്നവരായി മാറിയവർ ജനങ്ങളോടൊരു പ്രതിബദ്ധതയുമില്ലാത്ത തരത്തിൽ റിപ്പോർട്ടർമാരെ പരിശീലിപ്പിച്ചു വിട്ടു. അതിൻ്റെ ഫലമാണ് കേരള രാഷ്ട്രീയം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മലീമസമായിരിക്കുന്നത്. പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരെല്ലാം പോയി. പച്ചക്കള്ളത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ അരുൺകുമാറിൻ്റെയും ആൻഡോ മുതലാളിയുടെയും കയ്യിൽ മാത്രം ഇതൊതുങ്ങിയപ്പോൾ തന്നെ കേരളം ചില അപകടങ്ങൾ മണത്തതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നേതാക്കളെ തേജോവധം ചെയ്യുകയും അതിനുവേണ്ടി വ്യാജഗർഭ പോലും ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവരുടെ ജോലിയെന്ന് മലയാളികൾക്ക് വ്യക്തമായതോടെയാണ് ജനങ്ങൾ കൈവിട്ടു തുടങ്ങിയത്. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 4 പോയിന്റുകൾ ഇടിഞ്ഞ് താഴെ പോയി. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് എന്ന് പറയേണ്ടി വരും.